ഇന്ന് കേരളമടക്കം പല സംസ്ഥാനങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു ധനകാര്യ പ്രതിസന്ധിയെ പലപ്പോഴും വളരെ ഷോർട്ട് ടേമിൽ വിലയിരുത്തുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. പക്ഷേ പലരും മനസ്സിലാക്കാത്തത് ഇതിന് സ്വാതന്ത്ര്യ കിട്ടിയ സമയം മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തികം അടക്കമുള്ള വിവിധ അധികാരങ്ങൾ മാറി വന്നിട്ടുള്ള രീതി, അതായത് കേന്ദ്രത്തിന് കൂടുതൽ അവകാശങ്ങൾ കിട്ടുകയും സാമ്പത്തികമായിട്ട് ഒരു കേന്ദ്രീകരണം കേന്ദ്ര സർക്കാരിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രവണത 1950-കൾ മുതൽ തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് പലപ്പോഴും വിട്ടുപോകുന്നു ചർച്ചകളിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രൂപീകൃതമാവുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു യൂണിറ്ററി സ്റ്റേറ്റായിട്ട് ഇന്ത്യ ഒരിക്കലും ആരും കണ്ടിട്ടില്ല. ഭരണഘടനയുടെ ഉപജ്ഞാതാക്കളായാലും അതുപോലെ തന്നെ വിവിധ നേതാക്കളായാലും ഒക്കെ തന്നെ അവരെപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഗതി ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് നാഷണാലിറ്റീസ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. വിവിധ ദേശീയതകളുടെ ഒരു ഐക്യപ്പെടലാണ് ഇന്ത്യ എന്ന ഒരു രാജ്യം എന്നതുകൊണ്ട് വിവക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ വിവിധ ദേശീയതകൾക്ക് അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്, സംസ്കാരമുണ്ട്, ചരിത്രമുണ്ട്. അപ്പോൾ ഇവയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളാണെന്നും ഈ വ്യത്യസ്തതയെ, ഈ വൈവിധ്യത്തെ പരിരക്ഷിക്കുന്നതാണ് ഭരണഘടനയുടെ ഒരു പ്രധാന കർത്തവ്യം എന്നും മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സ്പിരിറ്റിൽ നിന്നാണ് ഭരണഘടന ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളും അല്ലെങ്കിൽ വിവിധ നയങ്ങളുമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്രീകരണത്തിൽ ഒരു വലിയ കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ട്. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ചുവട് പിടിച്ചാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെയും പല നിയമനിർമ്മാണങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അതുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഭരണഘടന എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈ ധനകാര്യ കമ്മീഷൻ എല്ലാ 5 വർഷവും പുതുതായി രൂപീകരിക്കപ്പെടുകയും ഈ ധനകാര്യ കമ്മീഷൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഈ ഭരണഘടനയിൽ നമ്മൾ നൽകിയിട്ടുമുണ്ട്. അതെന്താണ്? 2 തരത്തിലുള്ള സമ്പത്തിൻ്റെ വിതരണമാണ് ഈ ധനകാര്യ കമ്മീഷനുകളിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഒന്ന്, 100 രൂപയാണ് ഇന്ത്യയുടെ വരുമാനമെങ്കിൽ അതിൽ കേന്ദ്രം എത്ര കൈവശം വയ്ക്കും, സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുക്കും? അപ്പോൾ അതൊരു വെർട്ടിക്കൽ ബാലൻസിൻ്റെ ചോദ്യമാണ് അവിടെ ചോദിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇപ്പോൾ 60 രൂപ സംസ്ഥാനങ്ങൾക്കും 40 രൂപ കേന്ദ്രത്തിനും എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ സംസ്ഥാനങ്ങൾക്കുള്ള 60 രൂപയിൽ ഓരോ സംസ്ഥാനത്തിനും എത്ര, കേരളത്തിന് എത്ര, മഹാരാഷ്ട്രയ്ക്ക് എത്ര, കാശ്മീരിന് എത്ര? അത് ഒരു ഹൊറിസോണ്ടൽ ബാലൻസിൻ്റെ ചോദ്യമാണ്. ഇതും ഫിനാൻസ് കമ്മീഷൻ്റെ അധികാരത്തിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ വെർട്ടിക്കൽ ബാലൻസും ഹൊറിസോണ്ടൽ ബാലൻസും ഒക്കെയുള്ള ചോദ്യങ്ങൾ, അവയ്ക്ക് ഉത്തരങ്ങൾ ഒരു 5 വർഷ കാലഘട്ടത്തിലേക്ക് ഒരു നിർദ്ദേശങ്ങളായി സമർപ്പിക്കുക എന്നുള്ളതാണ് ധനകാര്യ കമ്മീഷൻ്റെ ഉദ്ദേശമായിട്ട് ഭരണഘടനയിൽ കണ്ടിട്ടുള്ളത്. ഇത് ശരിയായിരിക്കെ തന്നെ ഒരു 3-4 വിഷയങ്ങൾ ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള വർഷങ്ങളിൽ ഉയർന്നു വരികയും അത് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ പ്രാധാന്യത്തെയും ഭരണഘടനയിലുള്ള ഫെഡറലിസത്തിൻ്റെ ആ ഒരു സ്പിരിറ്റിനെ പൊതുവിൽ ദുർബലപ്പെടുത്തുന്ന വിഷയങ്ങളുമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഭരണഘടനയിൽ ഇത്തരം വിശദമായിട്ടുള്ള ചുമതലകൾ ഫിനാൻസ് കമ്മീഷന് നൽകിയിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വിശദമായിട്ടുള്ള വിവരണം അതിൽ ഭരണഘടനയിൽ ഉണ്ടായിട്ടും ശരിയായ രീതിയിലുള്ള ഒരു സമ്പത്തിൻ്റെ പുനർവിതരണമോ അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുകയോ ഒന്നും സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ 4 പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ വിലയിരുത്താം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ ആവിർഭാവവും ആ സ്ഥാപനം കൂടുതൽ
എത്ര പണം കേന്ദ്രം കൈവശം വയ്ക്കും, എത്ര പണം സംസ്ഥാനങ്ങൾക്ക് കിട്ടുമെന്നത് നിശ്ചയിക്കുന്ന ഒരു രീതി വരികയും ചെയ്തു എന്നുള്ളതാണ്. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ അടുത്ത കാലത്ത് ഇല്ലാണ്ടായപ്പോൾ നമ്മളൊക്കെ അതിനെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 50കളുടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് സമ്പത്ത് എത്ര കേന്ദ്രം കൈവശം വെക്കും, എത്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതിൽ വലിയ അധികാരങ്ങൾ കൈവരികയും ചെയ്യുകയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിശ്ചയിച്ചത് പ്രധാനമായിട്ടും പദ്ധതി വിഹിതങ്ങളാണ്. അപ്പോൾ പദ്ധതി വിഹിതങ്ങൾ എങ്ങനെ ചെലവഴിക്കപ്പെടും, സംസ്ഥാനങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളതിലൊക്കെ വലിയ അധികാരങ്ങൾ ഈ പ്ലാനിംഗ് കമ്മീഷനും കിട്ടുകയാണ്. അതിൻ്റെ ഒരു മറുവശം എന്താണ്, ഈ ധനകാര്യ കമ്മീഷൻ്റെ അധികാരം അത്ര കണ്ട് കുറയുകയാണ്. 80കളുടെ തുടക്കത്തിൽ ഫിനാൻസ് കമ്മീഷനുകൾ മൊത്തം ഡെവല്യൂഷൻ്റെ, അതായത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളതിൻ്റെ 43% മാത്രമേ അവർ നിശ്ചയിച്ചിരുന്നുള്ളൂ. കാരണം അതാണ് പദ്ധതി ഇതര വിഹിതമായി കണക്കാക്കപ്പെട്ടിരുന്നത്. പദ്ധതി വിഹിതം മുഴുവൻ കണക്കാക്കിയിരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. പദ്ധതി ഏതര വിഹിതം മാത്രമേ ധനകാര്യ കമ്മീഷന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതായത് മൊത്തം പണത്തിൻ്റെ 43% മാത്രം. അപ്പോൾ അത് ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു ദുർബലപ്പെടലായി, അതുപോലെ തന്നെ ഭരണഘടനയിൽ നിർവചിച്ചിട്ടുള്ള തത്വങ്ങളുടെ തന്നെ ഒരു ദുർബലപ്പെടലായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ആ കാലം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് ഈ ഡിസ്ക്രിഷണറി ഗ്രാൻസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. ഈ ഡിസ്ക്രിഷണറി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ സമ്പ്രദായം പ്രധാനമായിട്ട് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കൂടി വന്നിട്ടുള്ളതാണ്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ സെക്ടർ സ്കീം, സെൻട്രലി സ്പോൺസേർഡ് സ്കീമൊക്കെ ഇന്ന് വിളിക്കുന്ന വിവിധ തരം സ്കീമുകളുണ്ട്. ഇതെല്ലാം കേന്ദ്രം ഡിസൈൻ ചെയ്യുന്ന സ്കീമുകളാണ്. ഇതെല്ലാം സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അവസ്ഥകൾക്ക് ആവശ്യം എത്രയാണോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് സംസ്ഥാനങ്ങൾക്കുള്ളത് എന്നുള്ളത് പരിഗണിച്ചോ അല്ല ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇതുമൂലമുണ്ടായിട്ടുള്ള ഗുണങ്ങൾ വളരെ കുറവാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഒന്ന്, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ വഴി സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളിലേക്കും കേന്ദ്രം വളരെ രഹസ്യമായി കൈകടത്തുകയും കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പലപ്പോഴും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ ഇങ്ങനെ വലിയ രൂപത്തിൽ വന്നത് മൂലം അവ ഇഫക്റ്റീവായിട്ട് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറുന്ന സ്വഭാവം പല സെക്ടറുകളിലും ഉണ്ടായി എന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പണം എങ്ങനെ വിതരണം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാനദണ്ഡമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്കീം എന്ന് കഴിഞ്ഞാൽ കേരളത്തിന് എത്ര കിട്ടും, തമിഴ്നാടിന് എത്ര കിട്ടും എന്നൊക്കെ നിശ്ചയിക്കുന്നത് വളരെ ആർബിട്രറി ആയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ ആയി മാറുകയാണ്. അതുമൂലം തന്നെ ഒരു കണക്ക് കാണിക്കുന്നത് ഈ പ്രതിശീർഷ വരുമാനം ഉയർന്നു നിന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു 100 രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി പ്രതിശീർഷ വരുമാനം കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് 77 രൂപയെ ലഭിച്ചിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാം. അപ്പോൾ സമ്പന്നമായ സംസ്ഥാനങ്ങൾക്ക് 100 രൂപ കിട്ടുന്ന സ്ഥലത്ത് അത്ര സമ്പന്നമല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് 77 രൂപയെ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിശ്ചയങ്ങൾ ഉണ്ടായത് എന്ന് ആർക്കും അറിയില്ല. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉയർന്നു വന്നത് ലോൺ ആണ്. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പകൾ എന്നുള്ളത്. അത് ആർട്ടിക്കിൾ 293 അനുസരിച്ചാണ് ഈ വായ്പകൾ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഈ ആർട്ടിക്കിൾ 293 ആകട്ടെ ഫിനാൻസ് കമ്മീഷൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ അല്ല, അതിന് പുറത്ത് നിൽക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അത് ഒരു വലിയ പ്രശ്നമായിട്ട് അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 80കളൊക്കെ ആകുമ്പോൾ നമ്മൾ കാണുന്നത് സംസ്ഥാനങ്ങൾ വലിയ രൂപത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വായ്പ വാങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു ചെറിയൊരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 293 അനുസരിച്ച് എടുത്തിട്ടുള്ള ഈ ലോണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മൊത്തം ബജറ്ററി ട്രാൻസ്ഫറിൻ്റെ ഏകദേശം 33% വരെ വരുമായിരുന്നു ഈ വായ്പകൾ. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും. ഇത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വന്നു. കാരണം ഒരു 80കളൊക്കെ ആകുമ്പോൾ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ കടം
ആരോടാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിനോടാണ് ഏറ്റവും കൂടുതൽ കടം ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റല്ല, കേന്ദ്രമാണ് വലിയ കടം കൊടുക്കുന്നയാളായി ഒരു ഹുണ്ടിക പലിശക്കാരനെ പോലെ നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് കേന്ദ്രം മാറുകയാണ്. മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം എന്താണ്? ഇത് വരുന്നതാണ് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ ഉണ്ടാകുന്നത് കൂടുതലും ഗ്രാൻറ്റുകളുടെ സപ്ലൈ ആണ്. അപ്പോൾ പല ഇതാണ് ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന് ചെലവ് ഇത്രയുണ്ട്, പക്ഷെ വരവ് ഇത്രയേ ഉള്ളൂ എന്ന് കണക്കാക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം ഗ്യാപ്പ് ഫില്ലിംഗ് പോലെ അതൊരു ഗ്രാൻഡായി കണക്കാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗ്യാപ്പ് ഫില്ലിംഗ്. ഇവിടെയും ഒരു മാനദണ്ഡവും പ്രത്യേകിച്ച് കേന്ദ്രത്തിന് ഉണ്ടായിരുന്നില്ല. ഇതുവഴിയും ഒരുപാട് പണം കേന്ദ്രത്തിൽ നിന്ന് ഒരു മാനദണ്ഡവുമില്ലാതെ സംസ്ഥാനങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ പദ്ധതി വിഹിതം നിശ്ചയിക്കുന്നു, അവിടെ ഫിനാൻസ് കമ്മീഷൻ പദ്ധതിയേതര വിഹിതം മാത്രമേ നിശ്ചയിക്കുന്നുള്ളൂ. രണ്ടാമത്തേത് ഡിസ്ക്രിഷണറി ട്രാൻസ്ഫേഴ്സ്, അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ഒക്കെ വരുന്നു. മൂന്നാമത്തേത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പകൾ. നാലാമത്തേത് ഈ ഗ്രാൻറ്റുകൾ, ഗ്യാപ്പ് ഫില്ലിംഗ് വഴി ഉണ്ടാകുന്ന വായ്പകൾ. ഇതുമൂലം ഒക്കെ ആ ഒരു 50 മുതൽ ഒരു 80 വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ എന്ന സ്ഥാപനത്തിൻ്റെ അധികാരങ്ങൾ വളരെ ദുർബലപ്പെടുകയും അതുമൂലം വലിയ ഒരു കേന്ദ്രീകരണവും രാഷ്ട്രീയവൽക്കരണവും പണത്തിൻ്റെ വിതരണത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു വലിയ അസമത്വം, ഒരു വലിയ രാഷ്ട്രീയവൽക്കരണം, ഒരു മാനദണ്ഡവുമില്ലാത്ത പണത്തിൻ്റെ വിതരണം, ഇതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുകയാണ്. ഈ കേന്ദ്രീകരണം എന്നുള്ളത്, കേന്ദ്രത്തിൻ്റെ കയ്യിൽ കൂടുതൽ അധികാരങ്ങൾ, പണവും സമ്പത്തും നികുതി പണവുമൊക്കെ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതി 80 ആകുമ്പോൾ ഉണ്ടാവുകയാണ്. ഇത് ഒരു കാലഘട്ടമാണ്, 50 മുതൽ 80 വരെ. ഈ 80 മുതലാണ് ശരിക്ക് ഒരു രണ്ടാമത്തെ ഒരു കാലഘട്ടം ശരിക്കും ആരംഭിക്കുന്നത്. ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. 1980 വരെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും റവന്യൂ മിച്ചമുള്ള സംസ്ഥാനങ്ങളായിരുന്നു. അവർക്ക് റവന്യൂ കമ്മി എന്നുള്ളത് അവർക്ക് ഉണ്ടായിട്ടേയില്ല. പല സംസ്ഥാനങ്ങൾ 80 ബജറ്റിൻ്റെ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സംസ്ഥാനത്തിന് ഇത്ര റവന്യൂ മിച്ചം, മറ്റേ സംസ്ഥാനത്തിന് ഇത്ര റവന്യൂ മിച്ചം എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ റവന്യൂ കമ്മി എന്നുള്ളത് അല്ലെങ്കിൽ ധനക്കമ്മി എന്നുള്ളതൊക്കെ റെയറായിട്ട് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ശരാശരി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ സംസ്ഥാനങ്ങളൊക്കെ റവന്യൂ മിച്ചമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് 80 ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്ഥിതിയാണ് 80 അവസാനമൊക്കെ ആകുമ്പോൾ മാറി വരുന്നത്. ഈ റവന്യൂ മിച്ചം എന്നുള്ളത് റവന്യൂ കമ്മി ആയി മാറുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നത് 80 എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ കാലഘട്ടത്തിലാണ് സംസ്ഥാനങ്ങൾ വലിയ രൂപത്തിലൊരു കടഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഏകദേശം 30 വർഷത്തോളം നീണ്ടുനിന്ന ഈ കേന്ദ്രീകരണത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് മേൽ വരുന്ന വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചുമതലകളാണ്. അത് നിർവഹിക്കാനുള്ള നികുതി പണം അവരുടെ കയ്യിൽ വന്നു ചേരാത്തത് മൂലം അവർ കേന്ദ്രത്തിൽ നിന്നായാലും മറ്റ് സ്രോതസ്സുകളിൽ നിന്നായാലുമൊക്കെ വലിയ രൂപത്തിൽ കടങ്ങളെടുത്ത് നിൽക്കുന്ന ഒരു സ്ഥിതി 80 വരികയാണ്. 80 അവസാനമാകുമ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ്. അതെന്താണ്? ഈ സാമ്പത്തിക ഉദാരവൽക്കരണം, ധനകാര്യ രംഗത്തെ ഉദാരവൽക്കരണം ഒക്കെ വരുന്നതോടുകൂടി പലിശ നിരക്കുകളുടെ ഒരു ഉദാരവൽക്കരണം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ പലിശ നിരക്കുകളുടെ ഉദാരവൽക്കരണം അത് ഡീറെഗുലേറ്റ് ചെയ്യുന്നത് വഴി മാർക്കറ്റിലെ പൊതു പലിശ നിരക്കുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം 80 അവസാനവും 90 തുടക്കവുമൊക്കെ ആകുമ്പോൾ നമ്മൾ കാണാൻ ആരംഭിക്കുകയാണ്. ഇതുമൂലം എന്താ സംഭവിക്കുന്നത്? വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം ഈ സമയത്ത് നമ്മൾ കാണുകയാണ്. സംസ്ഥാനങ്ങൾ വാങ്ങുന്ന വായ്പകളുടെ പലിശ നിരക്ക് ക്രമാതീതമായി ഉയരുകയും എന്നാൽ അതേസമയം ഇതേ വായ്പ തന്നെ വാങ്ങുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പലിശ നിരക്ക് കുറഞ്ഞു വരികയോ അല്ലെങ്കിൽ കൂടാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയും നമ്മൾ കാണുകയാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു അസമത്വം ഇവിടെ വരികയാണ്. ഈ കേന്ദ്ര സർക്കാർ ഈ പലിശ നിരക്കുകൾ ഉദാരവൽക്കരിക്കുന്നു. പലിശ നിരക്കുകൾ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് സ്രോതസ്സുകളിലും നിന്ന് വാങ്ങുന്ന വായ്പകളിലുമൊക്കെ പലിശ നിരക്കുകൾ ഉയരുന്നു. അതുമൂലം കടം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പലിശ ഭാരം കൂടിയാകുമ്പോൾ അവരുടെ കടഭാരം വലിയ രൂപത്തിൽ
വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയാണ് 90കളിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കൂപ്പൺ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ പൊതുവിൽ വാങ്ങിക്കുന്ന വായ്പകളുടെ പലിശ നിരക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, സംസ്ഥാനങ്ങൾ വാങ്ങിയിരുന്ന വായ്പകൾക്ക് 10% കൂടുതൽ അവർ പലിശ കൊടുത്തിരുന്നപ്പോൾ അതേ സമയത്ത് തന്നെ കേന്ദ്രം വാങ്ങിയിരുന്ന വായ്പകൾക്ക് 7% താഴെ മാത്രമേ കേന്ദ്രം പലിശ നൽകിയിരുന്നുള്ളൂ. ഇതൊരു വളരെ വിചിത്രമായിട്ടൊരു അസമത്വമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുമൂലം സംസ്ഥാനങ്ങൾ ഒന്നടങ്കം റവന്യൂ മിച്ചത്തിൽ നിന്ന് റവന്യൂ കമ്മിയിലേക്ക് വഴുതി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സംസ്ഥാനങ്ങളുടെ ബജറ്റുകളിൽ, ഈ ചെലവുകളിൽ ഈ പലിശ തിരിച്ചടയ്ക്കുന്നതിന് എത്രയാണോ പണം മാറ്റിവെക്കുന്നത്, ആ വിഹിതം എന്ന് പറയുന്നത് കൂടി വരുന്നു. അപ്പോൾ കടഭാരം കൂടി വരുന്നു. വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം പലിശ നൽകുന്നതിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഇനി പുതിയ വായ്പകൾ എടുത്താൽ അവയ്ക്കും വലിയ പലിശ കൊടുക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇതെല്ലാം സംസ്ഥാനങ്ങളെ വലിയ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് 90കളാകുമ്പോൾ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ 5ാമത്തെ പേ കമ്മീഷൻ, 5th പേ കമ്മീഷൻ റിപ്പോർട്ടും കൂടി വരുന്നതോടുകൂടി ഒരു ഭാരം കൂടി സംസ്ഥാനങ്ങളുടെ മേൽ വരുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളുടെ റവന്യൂ കമ്മി എന്ന് പറയുന്നത് വലിയ രൂപത്തിൽ വർദ്ധിക്കാൻ ആരംഭിക്കുന്നു. 90കളുടെ തുടക്കത്തിൽ ഒരു 1% ആയിരുന്നെങ്കിൽ റവന്യൂ കമ്മിയെങ്കിൽ 90കളുടെ അവസാനമാകുമ്പോൾ ഒരു 2.5-3% വരെ പല സംസ്ഥാനങ്ങളുടെയും റവന്യൂ കമ്മി വർദ്ധിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി മോശമാവാൻ തുടങ്ങുന്ന ഒരു ദശകമാണ് 1980കളിലേത്. അതിന് കൃത്യമായുള്ളൊരു ബന്ധം സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികളുമായും ചരിത്രപരമായി തുടർന്നു വരുന്ന ഒരു കേന്ദ്രീകരണ പ്രക്രിയയുമായും കൃത്യമായിട്ടൊരു ബന്ധം ഉണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. 90കൾ കഴിയുന്നു. നമ്മുടെ 3ാമത്തെ ഒരു ഘട്ടം അവിടെ ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നത് ഒരു പുതിയൊരു ഘട്ടമാണ്. അതെന്താണ് ഈ പുതിയൊരു ഘട്ടം? കേന്ദ്ര സർക്കാരിൻ്റെ ഉദാരവൽക്കരണ നടപടികളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ധനപരമായിട്ടുള്ള ദൃഢത വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു നയ സമീപനം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ എന്താ അർത്ഥം? നമുക്ക് എത്രയാണോ വരുമാനം ഉണ്ടാവുന്നത് അതിനനുസരിച്ച് ചെലവുകൾ കേന്ദ്രീകരിക്കണം എന്ന ഒരു നിർബന്ധം. അതുമൂലം നമുക്ക് ധനക്കമ്മിയും റവന്യൂ കമ്മിയും ഒക്കെ കുറച്ചു നിർത്താൻ കഴിയണമെന്ന ഒരു നിർബന്ധം. ഇതാണ് പ്രധാനമായിട്ട് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ഫിസ്ക്കൽ കൺസർവേറ്റിസം എന്നും നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഉണ്ടാകുന്നത് 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. ഒന്ന്, ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കേന്ദ്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഉദാരവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ വിദേശ മൂലധനമടക്കം ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിയണമെന്നൊരു ഒരു ആവശ്യം വരികയാണ്. അപ്പോൾ വിദേശ മൂലധനം, അതായത് ലാഭമാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഈ വിദേശ മൂലധനം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവർ ആദ്യമായിട്ട് നോക്കുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു സമ്പദ്ഘടനയിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടോ, റിസ്ക് ഉണ്ടോ എന്നുള്ള പരിശോധനകളാണ് അവരാദ്യം ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ അവരാദ്യം നോക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ അല്ലെങ്കിൽ ഈ സമ്പദ്ഘടനയിലെ ധനക്കമ്മി എത്ര എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ ധനക്കമ്മി കുറച്ച് നിർത്തിയാൽ കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു സമ്പദ്ഘടനയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടും എന്നും അതുമൂലം കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാൻ നമുക്ക് കഴിയും എന്ന ഒരു ആർഗ്യുമെൻ്റാണ് ഈ ഉദാരവൽക്കരണത്തിൻ്റെ പ്രയോക്താക്കൾ ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഈ കേന്ദ്രം ഈ ഫിനാൻസ് കമ്മീഷനുകളെയും അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ മേൽ ഈ ദൃഢത കൈവരിക്കാനുള്ള ഒരു നിർബന്ധത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു സംസ്ഥാനം എത്ര കടം വാങ്ങണം, എത്ര കടമാവാം, എത്ര കടത്തിനുള്ള അവകാശവും സ്പേസും അവർക്കുണ്ട് എന്നൊക്കെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഔദാര്യമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് ഈ 2000കളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, കേന്ദ്രം സ്വയവും സംസ്ഥാനങ്ങളോട് പറയുന്നതുമായിട്ട് ഈ ഒരു പുതിയ നിയമനിർമ്മാണം വരുന്നു. അതാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്ററി മാനേജ്മെൻറ്റ് ആക്ട്, FRBM ആക്ട്
എന്നതുകൊണ്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും കൊണ്ട് കേന്ദ്രം നിർബന്ധമായിട്ട് ഒരു FRBM നിയമം പാസ്സാക്കിച്ചു. അപ്പോൾ അതിലെന്താ പറയുന്നത്, നിങ്ങളുടെ ധനകമ്മി എന്ന് പറയുന്നത് 2007, 2008 ആകുമ്പോൾ 2003, 2004 ഈ നിയമങ്ങൾ പാസ്സാവുന്നത്. അപ്പോൾ ഒരു 4-5 വർഷം 2008, 2009 ആകുമ്പോൾ നിങ്ങളുടെ ധനകമ്മി 3% ക്രമീകരിച്ച് അവിടെ തന്നെ നിർത്തണം. റവന്യൂ കമ്മി 0% അവിടെ തന്നെ നിർത്തണം എന്ന നിർബന്ധമാണ് FRBM നിയമത്തിൽ ഉള്ളത്. അപ്പോൾ റവന്യൂ കമ്മി 0 ആയിരിക്കണം. നിങ്ങളുടെ ചെലവ് എന്നുള്ളത് വരവ് എത്രയോ അത്രയേ നിങ്ങളുടെ ചെലവ് പാടുള്ളൂ. കടം മേടിക്കാം, പക്ഷെ അതായാലും GDPയുടെ 3% കൂടുതൽ ആവാൻ പാടില്ല എന്നൊരു നിർബന്ധം അവിടെ വരികയാണ്. തീർത്തും അശാസ്ത്രീയമായിട്ടുള്ളൊരു വിഷയമാണ്. അതിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ കടക്കുന്നില്ല. എന്തുകൊണ്ട് 3.5 ആയിക്കൂടാ, എന്തുകൊണ്ട് 2.5 ആയിക്കൂടാ, എന്തുകൊണ്ട് 4 ആയിക്കൂടാ എന്നുള്ള ചോദ്യത്തിനൊന്നും ഈ പ്രയോക്താക്കൾക്ക് ഒരു മറുപടിയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു സാമ്പത്തിക സിദ്ധാന്തത്തിലും ഈ 3% എന്ന് പറയുന്ന ആ ഫിഗറിന് ഒരു അടിസ്ഥാനവുമില്ല. വളരെ ആർബിട്രറി ആയിട്ട് മുകളിൽ നിന്ന് നിശ്ചയിച്ച് താഴേക്ക് വന്നിട്ടുള്ള ഒരു നമ്പറാണ് ഈ 3% എന്ന് പറയുന്നത്. അതൊരു ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും അതിനില്ല. അപ്പോൾ FRBM നിയമങ്ങൾ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 3% തന്നെ ധനക്കമ്മി നിർത്തണം, 0% റവന്യൂ കമ്മി കുറയ്ക്കണമെന്ന നിർബന്ധം അവിടെ വരുന്നു. രണ്ടാമത്തേത്, ഇതെങ്ങനെ നടപ്പിൽ വരുത്തും? ഈ നടപ്പിൽ വരുത്തുന്നതിന് ഈ നിയമം പാസ്സാക്കിയാൽ മാത്രം പോരാ. കേന്ദ്ര സർക്കാർ ഈ ധനകാര്യ കമ്മീഷനുകളെ അതിനുള്ള ഒരു ഉപകരണമായി കൂടി കാണുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ധനകാര്യ കമ്മീഷനുകളുടെ ടേംസ് ഓഫ് റെഫറൻസിൽ ഈ സംസ്ഥാനങ്ങൾക്ക് മേൽ ഈ ധനപരമായ ദൃഢീകരണം എങ്ങനെ അടിച്ചേൽപ്പിക്കാം എന്നതിൻ്റെ പരിശോധനകളും ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ 10ാം ധനകാര്യ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ തന്നെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് പരിശോധിക്കണമെന്ന് ഒരു ടേംസ് ഓഫ് റെഫറൻസ് വന്നിരുന്നു. പക്ഷെ അന്ന് അതാരും അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ 11ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഈ FRBM നിയമം അനുസരിച്ചുള്ള ഈ 2 ടാർഗറ്റുകൾ, ഫിസ്ക്കൽ ഡെഫിസിറ്റിനും റവന്യൂ ഡെഫിസിറ്റിനും, ധനകമ്മിക്കും റവന്യൂ കമ്മിക്കുമുള്ള ഈ ടാർഗറ്റുകൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കണമെന്നും അതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വാർഷികമായിട്ടുള്ള ടാർഗറ്റുകൾ നിർമ്മിച്ചു നൽകണമെന്നുമൊക്കെ അവരുടെ ടേംസ് ഓഫ് റെഫറൻസിൽ കൃത്യമായിട്ട് പറയുന്ന സ്ഥിതി ഉണ്ടായി. 12ാം ധനകാര്യ കമ്മീഷനിലും ഇത് തുടർന്നു. 13ാം ധനകാര്യ കമ്മീഷനാകുമ്പോൾ ഇത് കുറച്ചുകൂടി സ്ഥിതി മോശമായി. എന്താണ് 13ാം ധനകാര്യ കമ്മീഷനിൽ പറഞ്ഞത്? ധനകമ്മി, റവന്യൂ കമ്മി എന്ന ഈ 2 ഇൻഡിക്കേറ്ററാണ് അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്നതെങ്കിൽ 13ാം ധനകാര്യ കമ്മീഷനാകുമ്പോൾ അവർ 3ാമത്തെ ഒരു ഇൻഡിക്കേറ്റർ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുകയാണ്. എന്താ അത്? പൊതുകടം GDPയുടെ ശതമാനമായി എത്രയാവാം. ഈ പൊതുകടവും ധനകമ്മിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ധനകമ്മി എന്ന് പറയുന്നത് ആ വർഷം മാത്രം എടുക്കുന്ന ലോണാണ്, ആ വർഷത്തെ GDPയുടെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ പൊതുകടം എന്ന് പറയുന്നത് ഓരോ വർഷങ്ങളിലും എടുക്കുന്ന വായ്പകൾ, പക്ഷേ തിരിച്ചു കൊടുക്കാൻ സമയമെടുക്കുമല്ലോ. അപ്പോൾ വായ്പകളുടെ ഒരു അക്യൂമുലേഷൻ അവിടെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി പൊതുകടം, ടോട്ടൽ ലയബിലിറ്റി എത്ര എന്ന് കണക്ക് കൂട്ടി അതിനെ GDPയുടെ ശതമാനമായി നോക്കി അത് 25% ഒരു സംസ്ഥാനത്തിലും കൂടാൻ പാടില്ല എന്ന 3ാമത്തെ ഒരു നിബന്ധന കൂടി 13ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് വരികയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൈകളും കെട്ടിയിട്ടു, കാലും കെട്ടിയിട്ടു, ഇനി നിങ്ങൾ ഭരണം നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. വലിയ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി ഭരണനിർവഹണത്തിൽ സംസ്ഥാനങ്ങളിൽ ഈ സമയത്തുണ്ടാവുകയാണ്. അപ്പോൾ ഈ ധനകാര്യ കമ്മീഷനുകളെ ഉപയോഗിച്ചുകൊണ്ടും നിയമപരമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ ധനപരമായ ദൃഢീകരണം മാത്രമല്ല കൂടുതൽ കേന്ദ്രീകരണത്തിനുള്ളൊരു പരിസരം കൂടി ഒരുക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഈ 21ാം നൂറ്റാണ്ടാകുമ്പോൾ കാണുന്നത്. 2014 വരുന്നു. 2014 ആകുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പൊതുസ്ഥിതി എന്താ? സംസ്ഥാനങ്ങൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നികുതിയുടെ 61% പിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഒരു 38% മാത്രമാണ് സംസ്ഥാന സർക്കാർ പിരിക്കുന്നത്. പക്ഷേ ചെലവുകൾ നോക്കിയാലോ നേരെ വിപരീതം. 38% ചെലവ് മാത്രമേ കേന്ദ്ര സർക്കാർ നടത്തുന്നുള്ളൂ. ഏകദേശം 62% ചെലവ് നടത്തുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. അപ്പോൾ നികുതി പിരിക്കുന്നത് ഒരാൾ, ചെലവ് നടത്തുന്നതിൻ്റെ ചുമതലയുള്ളത് മറ്റൊരാൾ.
അപ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു 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 ഈ അസമത്വത്തിൻ്റെ വേറൊരു ചിത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 14ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞത് മൊത്തം ടാക്സ് ഡെവല്യൂഷൻ്റെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നികുതിയുടെ ഷെയറായി കൊടുക്കുന്ന പണത്തിൻ്റെ അതുവരെ കൊടുത്തിരുന്നത് 32% സംസ്ഥാനങ്ങൾക്ക്. അത് മാറി 42% വരെ നിങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന ഒരു നിബന്ധന 14ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളിൽ വരികയാണ്. അത് മോദി സർക്കാരിന് അനുസരിച്ചേ പറ്റൂ, അനുസരിക്കാതെ വരെ മാർഗമില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്താ? ഈ 42% കൊടുത്തു എന്ന് വരുത്തുകയും വേണം, എന്നാൽ കൂടുതൽ പണം സ്വന്തം കയ്യിൽ വയ്ക്കുകയും വേണം. ഇതിന് വളരെ നൂതനമായിട്ടുള്ള ഒരു മാറ്റം അവർ ആലോചിച്ചപ്പോൾ അവർ കണ്ട ഒരു മാർഗമാണ്. എന്തിൻ്റെ 42%? ഡിവിസിബിൾ പൂളിൻ്റെ 42% സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടത്. ഡിവിസിബിൾ പൂളിൽ വരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സെസ്സുകളും സർചാർജുകളും ഈ ഡിവിസിബിൾ പൂളിൽ വരുന്നതല്ല. അപ്പോൾ കൂടുതലായിട്ട് സെസ്സുകളും സർചാർജുകളും വഴി വരുമാനമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയും അതിനെ ഡിവിസിബിൾ പൂളിന് പുറത്ത് നിർത്തിക്കൊണ്ട് അത് മുഴുവനായി കൈക്കലാക്കുകയും ചെറുതായി കൊണ്ടുവന്നിരുന്ന ഡിവിസിബിൾ പൂളിൻ്റെ 42% മാത്രം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്ന സ്ഥിതിയും ഉണ്ടായി. കാരണം അത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതാണ്, മാറ്റാൻ കഴിയില്ല. അപ്പോൾ മൊത്തം ഗ്രോസ് ടാക്സ് റവന്യൂവിൻ്റെ 11% മാത്രമായിരുന്നു 2011 സെസ്സുകളും സർചാർജുകളും. ഇന്നത് 28%. 28% ഗ്രോസ് ടാക്സ് റവന്യൂവിൻ്റെ 28% സെസ്സുകളും സർചാർജുകളും. ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാം, ഇതിൽ കുറച്ച് GST കോമ്പൻസേഷൻ്റെ സെസ്സും ഇതിൽ വരുന്നുണ്ട്, അതെന്തായാലും സംസ്ഥാനങ്ങൾക്ക് തന്നെയാണല്ലോ പോകുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതൊരു 4% വരും, അതിനെ കുറച്ചേക്കാം. 28-ൽ നിന്ന് 4% കുറച്ചാലും 24% എന്നുള്ളത് സെസ്സുകളും സർചാർജുകളുമായിട്ട് ഗ്രോസ് ടാക്സ് റവന്യൂവിൻ്റെ ഒരു വിഹിതമായിട്ട് അവിടെ നിൽക്കുകയാണ്. അത് കേന്ദ്രം ഒരു പൈസ പോലും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതെ പരിപൂർണമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അസമത്വത്തിൻ്റെ കേന്ദ്രീകരണത്തിൻ്റെ പുതിയൊരു മുഖം അവിടെ തുറക്കുകയാണ്. ഇതുമൂലം എന്താ ഉണ്ടായത്? 14ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു 42% കൊടുക്കണമെന്ന്, 15ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു 41% കൊടുക്കണമെന്ന്. ഈ രണ്ട് അവസരങ്ങളിലും മൊത്തം, അതായത് സെസ്സുകളും സർചാർജുകളും അടക്കം കൂട്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് 42 41 ഒന്നുമല്ല, ഏകദേശം 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് 35% ഒരു ആവറേജ്. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷനായപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് 29-30% മാത്രം ഇന്ന് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 42% കൊടുക്കുന്നു എന്ന് മേനി നടിക്കുകയും എന്നാൽ കൂടുതൽ പണം ഈ സെസ്സുകളും സർചാർജുകളും വഴി കൈവശം വയ്ക്കുകയും ചെയ്യുന്നത് വഴി സംസ്ഥാനങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇനി കുറച്ചേ കിട്ടുന്നുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതിനെന്താ സംഭവിക്കുന്നത്? രണ്ട് വിഷയങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, 2015 പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാണ്ടാവുന്നു, നീതി ആയോഗ് വരുന്നു. നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാരവുമില്ലാത്ത ഒരു സ്ഥാപനമാണ്, സർക്കാരിൻ്റെ ഒരു വകുപ്പ് മാത്രമാണ് നീതി ആയോഗ്. പദ്ധതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് എത്ര എന്ന് നിശ്ചയിച്ചിരുന്ന ഒരു വലിയ സ്ഥാപനമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. പക്ഷേ അവരുമായിട്ട് എല്ലാ വർഷവും വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പദ്ധതി വിഹിതങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ നീതി ആയോഗിന് ആ ഒരു റോളുമില്ല. ആ റോള് മുഴുവൻ പോയത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനാണ്. ധനകാര്യമന്ത്രിയുടെ കീഴിലുള്ള ധനകാര്യ മന്ത്രാലയത്തിലാണ് ആ അധികാരം മുഴുവൻ ചെന്നത്. അപ്പോൾ മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ നിശ്ചയിച്ചിരുന്ന പദ്ധതി വിഹിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തീർത്തും രാഷ്ട്രീയ തീരുമാനങ്ങളായി ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ബ്യൂറോക്രാറ്റുകളും മന്ത്രിമാരും നിശ്ചയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ കുറേ അസമത്വങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ രാഷ്ട്രീയവൽക്കരണം കൂടി ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നത് തുടക്കത്തിൽ പല സ്കീമുകൾക്കും 100% പണവും കേന്ദ്രമാണ് ചെലവഴിച്ചിരുന്നത്. പിന്നീടത് 90-10 എന്ന അനുപാതത്തിലേക്ക് മാറി. പിന്നീടത് 75-25 എന്ന അനുപാതത്തിലേക്ക് മാറി. ഇന്ന് പല സ്കീമുകളിലും ഒന്നുകിൽ 60-40 അല്ലെങ്കിൽ 50-50 എന്ന രൂപത്തിലാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിഹിതം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതം
100 രൂപയിൽ 10 രൂപയായിരുന്നത് ഇന്ന് 40 രൂപയായി ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 40 രൂപ ചെലവഴിച്ചാലേ ഈ 60 രൂപ കിട്ടുകയുള്ളൂ. 60 രൂപ കിട്ടണമെങ്കിൽ ഈ 40 രൂപ ചെലവഴിക്കണം. അതിനുള്ള പണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല. ഈ പണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിൽ കടം വാങ്ങാമോ? ഇല്ല. കേന്ദ്രം അതിന് പരിധി വച്ചിരിക്കുന്നു. നികുതി പിരിക്കാമോ? ഇല്ല. അതാണ് അടുത്ത വിഷയം. സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള അധികാരങ്ങളുടെ വലിയൊരു ഭാഗം 2017 GST വരുന്നതോടുകൂടി അതും കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയും ആ അധികാരങ്ങളുമില്ല. അപ്പോൾ നികുതി പിരിക്കാൻ കഴിയില്ല, കടം വാങ്ങാൻ കഴിയില്ല. പക്ഷെ ചെലവ് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണത്തിൻ്റെ വിതരണം, ഇതിലൊക്കെ പണം ചെലവഴിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പണം കണ്ടെത്തുകയും വേണം. അപ്പോൾ വലിയ രൂപത്തിലുള്ള ചെലവിൻ്റെ ഒരു വെട്ടിക്കുറയ്ക്കൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ, സാമ്പത്തിക ബന്ധങ്ങളിലെ അസമത്വം എന്ന് പറയുന്നത്, കേന്ദ്രത്തിലുള്ള കേന്ദ്രീകരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വരുന്നതോടുകൂടി കൂടുതൽ രൂക്ഷമാവുകയാണ്, കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ്. ഈ കേന്ദ്രീകരണത്തിൻ്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാവുകയാണ്. ഇതാണ് നമ്മൾ കാണുക. അപ്പോൾ 1950-കൾ മുതൽ ഒരു ആദ്യത്തെ ഘട്ടം, 50-കൾ മുതൽ 80-കൾ വരെ നമ്മൾ കാണുന്നത് മെല്ലെയുള്ള കേന്ദ്രീകരണത്തിൻ്റെ ഒരു വളർച്ച, അതിൻ്റെ ഒരു അടിസ്ഥാന ഒരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ടാവുകയാണ്. 80-കളോടുകൂടി സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ആരംഭിക്കുന്നു. റവന്യൂ മിച്ചം എന്നുള്ളത് റവന്യൂ കമ്മിയായി മാറുന്നു. അവരുടെ പലിശ ഭാരം വർദ്ധിക്കുന്നു. അങ്ങനെ അവർ ഒരു ധനകാര്യ പ്രതിസന്ധിയിലേക്ക് 90-കളിലേക്ക് ഒക്കെ ആകുമ്പോൾ അവർ ചെല്ലുകയാണ്. 2000-ൻ്റെ അതായത് 21-ാം നൂറ്റാണ്ട് തുടങ്ങുന്ന അവസരത്തിൽ കേന്ദ്രം ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ധനകാര്യ ദൃഢീകരണം എന്ന പേര് പറഞ്ഞുകൊണ്ട് എത്ര കടം വാങ്ങാം എന്നതിൽ നിബന്ധന വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ ജനാധിപത്യ അധികാരങ്ങൾക്ക് മേൽ ഒരു പുതിയ കടന്നുകയറ്റം അവിടെ ആരംഭിക്കുകയാണ്. അത് തുടരുന്നു. അത് നിയമനിർമ്മാണം വഴി നടക്കുന്നു. അത് ധനകാര്യ കമ്മീഷനുകൾ വഴി നടക്കുന്നു. അത് തുടരുമ്പോൾ തന്നെ 2014 മോദി അധികാരത്തിൽ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സെസ്സുകളും സർചാർജുകളും ഉയർത്തപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട പണം ഡിവിസിബിൾ പൂളിൽ നിന്ന് പുറത്തു നിർത്തുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാണ്ടാവുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഒട്ടേറെ പണവും സൗകര്യങ്ങളുമൊക്കെ നിഷേധിക്കപ്പെടുന്നു. അവയൊക്കെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളായി ഒരു മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനമില്ലാതെ അത് എടുക്കപ്പെടുന്നു. പിന്നെ വരുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കുറയുന്നു, സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിക്കുന്നു. ഇതെല്ലാം വരുമ്പോൾ സംസ്ഥാനങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പം നിലവിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പണം സർക്കാരുകൾക്ക് ചെലവഴിച്ചേ മതിയാവും. ആരോഗ്യം, വിദ്യാഭ്യാസം, ഇവയിലൊക്കെ പണം ചെലവഴിക്കണം. അതുപോലെ തന്നെയാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ നിർമ്മാണം, അവിടെയും പണം ചെലവഴിക്കണം. പക്ഷേ ഇതിനൊക്കെ പണം കണ്ടെത്തുന്നതിനുള്ള എല്ലാ വഴികളും കേന്ദ്രം അടയ്ക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിഭവങ്ങൾ മൊബിലൈസ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഇല്ലാണ്ടാക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ കൂടുതൽ കേന്ദ്രീകരണം നടക്കുന്നതുകൊണ്ട് വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ ഉണ്ടാവുന്നു. അപ്പോൾ അവർ മാത്രമാണ് ചെലവഴിക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാവുന്നു. അവർ ഒരു യജമാനനും സംസ്ഥാനങ്ങൾ ഭൃത്യരും എന്ന രൂപത്തിലുള്ള ഒരു പേട്രൺ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് രൂപപ്പെടുന്നു. ഭരണഘടനയിൽ നമ്മൾ കണ്ടിരുന്ന ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തച്ചുടയ്ക്കപ്പെടുന്നു. അതാണ് നമ്മൾ ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ നമ്മൾ കാണുന്നത്.